രണ്ടാമത് മാണിയൂർ ഉസ്താദിനുണ്ടായ ഭാഗ്യം, ശരിയായ അറിവും പാണ്ഡിത്യവും കരസ്ഥമാക്കാനുള്ള അവസരങ്ങളുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദീനീ കലാലയത്തിൽ ചെന്ന് പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ദേവ്ബന്ദ് ദാറുൽ ഉലൂം. ആ ദേവ്ബന്ദ് ദാറുൽ ഉലൂമിൽ നിന്ന് നേടിയ തന്റെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് അവസാനം വരെ ഉസ്താദ് അഭിമാനം കൊണ്ടു. അവിടുത്തെ ഉസ്താദുമാരുടെ കാര്യത്തിലും അഭിമാനം കൊണ്ടു. ആ ഉസ്താദുമാരെ പറ്റി അവസാനം വരെ പറഞ്ഞുകൊണ്ടിരുന്നു. മക്കളിൽ നിന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് എന്റെ അവിടുത്തെ 12 മശായിഖ്മാർ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാറുണ്ടായിരുന്നു എന്നാണ്. മശായിഖ് എന്നാണ് വിളിക്കുന്നത്. അവരൊക്കെ മശായിഖായിരുന്നു. അവർ ശരീഅത്തിന്റെ ഇൽമിൽ മാത്രമല്ല, അവർ തസ്കിയത്തിന്റെ, തസവ്വുഫിന്റെ, ഇഹ്സാന്റെ, സുലൂക്കിന്റെ മാർഗത്തിലെ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. അത് ഉസ്താദിന് കിട്ടിയ വലിയ നിധിയാണ്. ദാറുൽ ഉലൂമിനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയണില്ല. ദാറുൽ ഉലൂമിനെ പറയാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം ഇവിടെ വെച്ചാണ് പ്ലാൻ ചെയ്തത് എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ, ഗാന്ധി, നെഹ്റു അടക്കമുള്ളവർ പറഞ്ഞ സ്ഥാപനമാണ് ദേവ്ബന്ദ് ദാറുൽ ഉലൂം. ഞങ്ങൾ ഇവിടെ വെച്ചാണ് സ്വാതന്ത്ര്യ സമരം ആസൂത്രണം ചെയ്തത്. മദ്രസത്തു ദാറുൽ ഉലൂം. ഉത്തരേന്ത്യയിലെ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ മദ്രസ അല്ല. വലിയ ഉന്നത ദീനീ വിജ്ഞാന സ്ഥാപനത്തെയാണ് അവർ മദ്രസ എന്ന് വിളിക്കുന്നത്. അവിടുന്നാണ് ബഹുമാൻ യഥാർത്ഥത്തിൽ ഈ മാണിയൂർ ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ രൂപീകരണം നടന്നത് ആ സ്ഥാപനത്തിൽ വെച്ചാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിന്റെ ഓരോ ഉസ്താദിനെ പറ്റി പ്രസംഗിക്കുകയാണെങ്കിൽ അതിന്റെ രാപ്പകലുകൾ വേണ്ടി വരും. മൗലാന ഖാരി മുഹമ്മദ് തയ്യിബ് സാഹിബ് അവർ ബാഫഖി തങ്ങൾ ജീവിച്ചിരുന്നപ്പോ കേരളം സന്ദർശിച്ചിരുന്നു. മൗലാന അൻസർ ഷാ കശ്മീരി റഹിമഹുമുല്ലാഹ്, ഇവരൊക്കെ തഫ്സീറിന്റെ, ഹദീസിന്റെ, ഫിഖ്ഹിന്റെ, തസവ്വുഫിന്റെ എല്ലാം മശായിഖുമാരായിരുന്നു. ഈ മൗലാന അൻസർ ഷാ കശ്മീരി അൻവർ ഷാ കശ്മീരിയുടെ മകനായിരുന്നു. ഹനഫി ഫിഖ്ഹിൽ ലോക പ്രശസ്ത പണ്ഡിതനായിരുന്നു. ഇവരൊക്കെ ആയിരുന്നു ഉസ്താദുമാർ. അതില് എത്രയോ പേർ ഷെയ്ഖ് ഹസൻ ഹസറത്തിന്റെ സഹപാഠികളായിരുന്നു. ഇതൊക്കെ ഉസ്താദ് പറയുമായിരുന്നു. ഞാൻ കേട്ടത് ഉസ്താദ് ഒരു പേരക്കുട്ടിക്ക് ഹുസൈൻ അഹമ്മദ് എന്ന് പേരിടാൻ ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ പേരിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. മൗലാന ഹുസൈൻ അഹമ്മദ് മദനി ദേവ്ബന്ദ് ദാറുൽ ഉലൂമിലെ വലിയ ഉസ്താദായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഷെയ്ഖുൽ ഹിന്ദ് മൗലാന മഹ്മൂദുൽ ഹസന്റെ ശിഷ്യനായിരുന്നു. ബ്രിട്ടീഷുകാർ മാൾട്ടയിലേക്ക് നാടുകടത്തിയിരുന്നു. മാൾട്ടയിൽ നിന്ന് തടവറവാസം കഴിഞ്ഞ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി തിരിച്ചു വരുമ്പോ അവരെ സ്വീകരിക്കാൻ ബോംബെയിൽ അവർ കപ്പലിറങ്ങുന്ന സ്ഥലത്തേക്ക് പോയത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയാണ് പോയിട്ട് സ്വീകരിച്ചത്.
അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ഇന്ന് ഡൽഹിയിൽ മലയാളികളൊക്കെ പോയിട്ട് പഠിക്കുന്ന ജാമിയ മില്ലിയ, ഇന്ത്യയിലെ വലിയ സർവകലാശാലക്ക് കല്ലിട്ടത്, ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഇതൊക്കെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്താണ്. ഈ ചെറുപ്പക്കാരൻ അക്കാലത്ത് കേരളക്കരയിൽ എത്രയോ പണ്ഡിതന്മാര് ദേവബന്ദ് ദാറുൽ ഉലൂമിൽ പോയി. ഉസ്താദ് പോവുക മാത്രമല്ല, ആ ഇൽമു കരസ്ഥമാക്കി. അവിടുത്തെ മശായിഖുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അതിൽ തന്നെ ജീവിച്ചു. ഉസ്താദിന്റെ ജീവിതത്തിലെ ആത്മീയത അതാണല്ലോ ഈ കണ്ടത് മുഴുവൻ. വെറും ഇൽമല്ലല്ലോ ഈ കണ്ടത്, ഒരാത്മീയതയാണ് നമ്മൾ കണ്ടത്. ആ ആത്മീയത യഥാർത്ഥത്തിൽ ഇൽമിനോടൊപ്പം അവിടുത്തെ മശായിഖന്മാരിൽ നിന്ന് നേടിയ അവരുടെ കൈ തുടർച്ചയുടെ ദീനിന്റെ ആത്മീയമായിട്ടുള്ള ഒരു അറിവ് മാത്രമല്ലല്ലോ, അതൊരു അനുഭവമാണ്. അതാണ് ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിനെ ഇത്രയും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. علماء